ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 34 റിവ്യൂ ആണ്. ഏത് മൂഡ്? ഓണ മൂഡ്. പാട്ട് കേട്ട് മടുത്തിട്ടുള്ള ആളുകൾ എന്നെപ്പോലെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് മൂഡ് അങ്ങോട്ട് പോകും. എത്ര നാളായി ആ ഒരു പാട്ടിങ്ങനെ റിപ്പീറ്റഡായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓണത്തിൻ്റെ ഒരു മൂഡും എനിക്ക് ആ ഒരു പാട്ട് സമ്മാനിക്കാറില്ല. കഴിഞ്ഞ ആഴ്ച കോളേജിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് ഒരു പേരിട്ട് കൊടുക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. എന്ത് പരിപാടി വെച്ചാലും അതിനൊരു പേര് വേണം. അപ്പോൾ അതിനൊരു കോൺടെസ്റ്റ് നടത്തുകയുണ്ടായി, പേര് ഇടുന്ന ഒരു കോൺടെസ്റ്റ്. ഉറപ്പായിട്ടും എനിക്കറിയായിരുന്നു ഓണമൂട് എന്നുള്ള പേരായിരിക്കും ഈ തവണ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ എല്ലാ ആൾക്കാരും ആ ബാനർ ഇങ്ങനെ താഴേക്ക് വീഴാൻ വേണ്ടി, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, ഇങ്ങനെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. ഓണമൂട് എഴുതി വന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഒരു 90% കോളേജുകളിലും ഓണപരിപാടിക്ക് ആ പേരായിരുന്നായിരിക്കണം. അതാണ് ഈ തവണത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ഇന്നത്തെ ദിനം ആരംഭിക്കുന്നതും ആ ഒരു പാട്ട് ഇട്ടിട്ടായിരുന്നു. ഓണമൂട് പാട്ട്. ഏതായാലും ഇന്നത്തോടെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നാളെ ഒന്നും ആ ഒരു പാട്ട് ആരും ഇടത്തില്ല എന്ന് വിചാരിക്കാം. ഒരാഴ്ച കൊണ്ട് ആ ഓണമൂട് അങ്ങോട്ട് തീർന്നിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. രമ്യ നമ്പീശൻ്റെ ആ ഒരു പൂവുമായി ബന്ധപ്പെട്ട പാട്ടുണ്ടായിരുന്നല്ലോ, ബിഗ് ബോസ് ഹൗസിൽ റിലീസ് ചെയ്ത ഒരു പാട്ട്. അതായിരുന്നു ഇന്ന് ഇടേണ്ടത്. ഈ ഓണമൂട് ഇനിയിപ്പോൾ അവിടെ അത് മാറ്റി വയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിട്ടത്. അത് പോട്ടെ, ഇനിയിപ്പോൾ ഓണമൂടിനെ കുറിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ക്രിയേറ്റേഴ്സിനെ വിഷമിപ്പിക്കണ്ടല്ലോ. ഇനി ബിഗ് ബോസ് ഹൗസിലെ ഓണാഘോഷ പരിപാടികളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആഘോഷങ്ങളൊന്നും കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇന്നൊരു ഗെയിമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു ഗെയിം ഇന്ന് അനാവശ്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ കുറേയധികം ആളുകൾക്ക് ഗെയിം ഇല്ലാതെ വെറുതെ ആഘോഷങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഓണവില്ലായിട്ടൊക്കെ തോന്നുന്നതുകൊണ്ടായിരിക്കാം ഇന്നും ഗെയിമും ടാസ്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ഓണത്തിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആഘോഷ മൂടൊക്കെ അങ്ങോട്ട് പോയി. ആൾക്കാരെല്ലാം മറന്നിട്ട് രാവിലെ മുതൽ ആ ഒരു ഗെയിമൊക്കെ മറന്നിട്ട് എന്തെങ്കിലുമൊക്കെ കളികളിലൊക്കെ ഏർപ്പെടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ചുമ്മാ രസമുള്ളൊരു എപ്പിസോഡായി മാറിയേനെ. ഇതിപ്പം രസമുള്ള എപ്പിസോഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടുമില്ല. ഗെയിമൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടന്നില്ല. മൊത്തത്തിലൊരു പരിപാടിയും നടക്കാത്ത വെറുതെ ഓണത്തിൻ്റെ വസ്ത്രങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ഓണം മൂഡ് പരിപാടി. ഓണപരിപാടികളും ഇന്നത്തെ ഗെയിമും ഒക്കെ ഒരേ രീതിയിൽ ഓണത്തിൻ്റെ മൂഡിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു കോർഡിനേഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ നൈസായിട്ട് തോന്നി. 3 ടീമായിട്ട് തിരിയുകയാണ് ടോട്ടൽ കണ്ടസ്റ്റൻസ്. 7 പേരുള്ള 3 ടീമായിട്ട് തിരിയുകയാണ്. എല്ലാ ആൾക്കാരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പാനി, ആര്യൻ, അക്ബറിൻ്റെയൊക്കെ ഒരു ടീമിനെ തെക്കേടുത്ത് ടീമെന്ന് വിളിക്കുന്നു. അതിനകത്ത് നമ്മുടെ ജിസേലൊക്കെ ഉണ്ട്. ജിഷിന്, ഒനിൽ, അനീഷ്, അനു അങ്ങനെയുള്ള ആളുകളൊക്കെ മറ്റേ വടക്കേടത്ത് ടീമിലാണ്. രേണു, ഷാനവാസ് അങ്ങനെയുള്ള ആളുകളൊക്കെ മറ്റേ മൂത്തേടത്ത് ടീമിലാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പൂക്കളം ഇടുക എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ അതിലൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിമൊന്നും വലിയ അലമ്പില്ലാതെ അങ്ങോട്ട് തീർന്നു. എന്ന് പറയേണ്ടി വരും. പൂവെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സറടിക്കുന്ന സമയത്ത് ഓടിപ്പോയി പൂ കളക്ട് ചെയ്യണം. അടുത്ത ബസ്സറടിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് വന്ന് നിൽക്കണം. അടുത്ത ബസ് അടിക്കുന്ന സമയത്ത് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി തുടങ്ങണം. അടുത്ത ബസ് അടിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്തിട്ടുള്ള 3 ആളുകൾ ഈ പൂക്കളം ജഡ്ജ് ചെയ്യണം. മിക്കവാറും ഇങ്ങനെയുള്ള പരിപാടികളിൽ ജഡ്ജായിട്ട് അനീഷിനെ തിരഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് അനീഷിനെ തെറിവിളിക്കുക എന്നുള്ളതാണ് കണ്ടസ്റ്റൻസിൻ്റെ മുഖ്യ വിനോദം. എന്തൊക്കെ പറഞ്ഞാലും അനീഷിനെ ആൾക്കാർക്ക് ഇഷ്ടമില്ല എങ്കിൽ കൂടെ അനീഷ് ഫെയർ ആയിട്ട് ഡിസിഷൻ എടുക്കുമെന്നുള്ള ഒരു ധാരണ പല ആളുകൾക്കും ഉള്ളതുകൊണ്ടായിരിക്കാം അനീഷിനെ പലപ്പോഴും ജഡ്ജായിട്ട് എടുത്ത് മുന്നേയും കണ്ടിട്ടുണ്ട്. ഷാനവാസിൻ്റെ മൂത്തേടത്ത് ടീമിൻ്റെ ഒരു കളം ആദ്യം തന്നെ ഇതിരി അങ്ങ് തെറ്റിപ്പോയതുകൊണ്ട് അവർക്ക് അതിലങ്ങ് ഇച്ചിരി പിഴച്ചതുകൊണ്ട് പൂക്കൾ അത്ര രസമായിട്ട് വന്നില്ല. എന്നാൽ ഹാപ്പി ഓണം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് പൂക്കളത്തിൻ്റെ ഒരു തനിമയുമായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം മലയാളം ഇല്ല. അതേപോലെ തന്നെ ശൈത്യയൊക്കെ ജഡ്ജായിട്ട് വിധി നിർണ്ണയിച്ച ആ ഒരു കളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വലിയ കൃത്യതയൊന്നുമില്ല. ഇപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു പരിപാടിയാണ്. ഏതായാലും തെക്കേടത്തെ ടീമിൻ്റെ പൂക്കളം മികച്ച പൂക്കളമായിട്ട് തിരഞ്ഞെടുത്തു. അതിൽ 10 കള ഉണ്ടായിരുന്നു. അത്തം മുതൽ മറ്റേ തിരുവോണം വരെ 10 അങ്ങനെയൊക്കെയുള്ള കണക്കിലൊക്കെയാണ് അവർ 10 കളവ് എടുത്ത് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടോ അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചിട്ടോ എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയുള്ള കൃത്യതകളുണ്ടെങ്കിൽ ആ ഒരു കൃത്യതകളൊക്കെ പാലിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പൂക്കളം തന്നെയാണ് ബെസ്റ്റ്. ഇവിടെ അനീഷ് ജഡ്ജാണെങ്കിൽ കൂടെ സ്വന്തം ടീമിന് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. പഴമയിൽ നിന്ന് പുതുമ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അനീഷ് വിധി നിർണ്ണയത്തിൽ അവലംബിച്ചിട്ടുള്ള ഒരു ഐഡിയ. എന്നാൽ പഴമ തന്നെ പിടിക്കാനായിട്ടാണ് രേണു, സുധിയും ശൈത്യയും ഒക്കെ പറഞ്ഞത്. അപ്പോൾ പഴമയിൽ നിന്ന് പുതുമ എന്നൊക്കെ ഉള്ളതിൻ്റെ എക്സാമ്പിളായിട്ട് അനീഷ് സ്വന്തം ഷർട്ടൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. തെക്കടുത്ത ടീം വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ആർപ്പ് വിളികളൊക്കെ പിന്നെ ഹൗസിലങ്ങോട്ട് മുഴങ്ങി. ഇതിനുശേഷം ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന നോമിനേഷൻസ് ഉണ്ടായിരുന്നു. 7 വോട്ടുകളോടെ ജിസയിലും ഒനിലും 12 വോട്ടുകളോടെ അഭിലാഷും തിരഞ്ഞെടുക്കപ്പെട്ടു. അക്ബറിന് ഇപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ, ഒരു പണി കിട്ടിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അവസാനം വരെ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം സദ്യയുമായിട്ട് BB ക്രൂ ഇങ്ങനെ വരികയാണ്. ഓരോ കറികളുമായിട്ട് ഓരോ ആളുകൾ
മറ്റേ ബ്ലാക്ക് ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അകത്തേക്ക് വരികയാണ്. എല്ലാവരും കൂട്ടും കുരവയൊക്കെ ആയിട്ട് എതിരേൽക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ സദ്യയൊക്കെ കഴിക്കുകയാണ്. പരസ്പരം വിളമ്പി കൊടുക്കുന്നു. റെനാണെങ്കിൽ നിലത്ത് ഇലയിട്ട് ആർക്കോ വിളമ്പുന്നു. വളരെ നല്ലൊരു ഓണം മൂഡ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ലക്ഷ്മിക്കും മസ്താനിക്കും വേറെ ഏതോ മൂഡാണ്. ഓണം മൂഡല്ല, മഹാബലി നാടുവാണ കാലത്തെ മൂഡല്ല, ഒരുമ മൂഡല്ല, ഐക്യ മൂഡല്ല, അവർ ഗെയിം മൂഡാണ്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, എനിക്ക് അമ്മാരോട് ഇരുന്ന് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. മസ്താനി എനിക്ക് തീരെ അങ്ങോട്ട് പറ്റാനില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്ത് മോശമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജിയാണ്, വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും അടി വാങ്ങി വീരമൃത്യു വരിച്ച് ഒരാളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഗെയിമാണ് മസ്താനി കളിക്കുന്നത്. ആ റോക്കിയുടെ ഒക്കെ കൂട്ടൊരു അടി മസ്താനിക്കിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു പോവില്ലേ? ശരിയാണ്, ഗെയിമിൽ നിന്ന് റോക്കിയെ പോലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഔട്ടായി പോകും, അയാൾ ചിലപ്പോൾ ജയിലിൽ പോകും. പക്ഷേ മസ്താനിക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേ കർണപടം തകർന്നു പോയി ചെവി കേൾക്കാതാവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ അടി വാങ്ങിച്ചിട്ട് പുറത്ത് പോകാമെന്നൊക്കെയുള്ള ഗെയിം പ്ലാൻ ഇടുന്നത് ശരിയാണോ? ഞാൻ അതിനെക്കുറിച്ചിട്ട് പിന്നീട് പറയാം. എല്ലാ ആളുകളുടെയും കോസ്റ്റ്യൂമൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു. അതിൽ ജിസേലിനെ നമ്മളൊന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ജിസേൽ ഒരു മോഡലായതുകൊണ്ടും ശരീരമൊക്കെ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടും സാരിയൊക്കെ നല്ല രസമായിട്ട് ജിസേൽ അണിഞ്ഞിട്ടുണ്ട്. അനീഷിൻ്റെ അടുത്തുള്ള ചെറിയ നർമ്മ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടതാണ്. അനീഷിന് പേടിയാണ്, ആരെങ്കിലുമൊക്കെ തന്നെ സ്നേഹിക്കുമോ എന്നുള്ള പേടിയാണ്. ആരും സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി സ്വയം ഒരു മതിൽ കെട്ടി അതിനകത്ത് ഒളിച്ച് താമസിക്കുന്ന ഒരാളാണ് അനീഷ്. ആരും എൻ്റെ വീട്ടിലേക്ക് വരണ്ട, എല്ലാവരും എൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഒളിച്ചിരുന്നാൽ മതി, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരല്ലേ എന്നൊക്കെ അയാൾ കാല് പിടിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് കാണുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ജിസേൽ ഒരു സ്ത്രീവിരുദ്ധൻ എന്നുള്ള മര്യാദ പോലും കൊടുക്കാതെ അനീഷിനെ വല്ലാണ്ട് അങ്ങോട്ട് ക്രിഞ്ചൻ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നും ജിസേലൊന്നും കേട്ടിട്ടില്ലല്ലോ. അനീഷ് ഒരു സ്ത്രീവിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലുമൊക്കെ വിശ്വസിക്കൂല. പുള്ളി സ്ത്രീവിരുദ്ധനൊന്നുമില്ല, സ്ത്രീവിരുദ്ധന്മാരൊക്കെ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളോട് വലിയ വിരുദ്ധതയുള്ള കണ്ടസ്റ്റൻസ് ഈ തവണ അതിനകത്തുണ്ട്. ഇതിനുശേഷം കിരീട യുദ്ധം 4ാം ഘട്ടമാണ്. നമ്മുടെ ഒനിൽ, നൂറ എന്നിവരാണ് ഒരു കയ്യകലത്തിൽ നിന്നിട്ട് ഈ ക്യാപ്പ് തട്ടിപ്പറിച്ച് എടുത്ത് കൊളുത്തിൽ തൂക്കേണ്ടത്. നല്ല രസമുള്ള മത്സരം. ഇതൊക്കെ സിമ്പിളായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. ഒരു കൈകാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ക്യാപ്പ് തട്ടിപ്പറിച്ച് കൊളുത്തിൽ തൂക്കുക. ആരാണോ ആദ്യം കൊളുത്തിൽ തൂക്കുന്നത് അയാൾ വിജയിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഇതൊരു വലിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഗെയിമിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ കണ്ടസ്റ്റൻസ് കൺഫ്യൂസ്ഡ് ആയി പോകും. എന്താണെങ്കിലും നൂറ കുറച്ചും കൂടെ കായികക്ഷമതയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അത്യാവശ്യം ലീനൊക്കെ ആയതുകൊണ്ടും ആണെന്ന് തോന്നുന്നു. നൂറ ഇങ്ങനെ ബസർ അടിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഉയർന്ന് സിമ്പിളായിട്ട് ക്യാപ്പ് എടുത്തിട്ട് കൊളുത്തിൽ തൂക്കും. ഒനിലിന് അങ്ങനെയൊക്കെ എഴുന്നേറ്റ് അതൊക്കെ എടുത്ത് കൊളുത്ത് തൂക്കാനായിട്ടോ കൊളുത്ത് കണ്ടുപിടിക്കാനായിട്ടോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെങ്കിലും നൂറ് അത് കൃത്യതയോടെ ചെയ്തു. 3 റൗണ്ടുകളിലും നൂറ തന്നെ വിജയിച്ചു. നൂറയ്ക്ക് 3 സൂപ്പർ പവറുകൾ കിട്ടുകയാണ്. ഒനിലിന് ആക്ഷേപമുണ്ട്, നൂറ ഇങ്ങനെ തല പിന്നോട്ട് വലിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. പക്ഷേ ആക്ച്വലി നൂറ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ നിങ്ങളും എപ്പിസോഡിൽ കണ്ടത്? അങ്ങനെ 3 സൂപ്പർ പവർ നൂറയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ സൂപ്പർ പവറൊക്കെ കിട്ടുന്ന ആൾക്കാർ അത് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുമെന്നൊക്കെ വിചാരിക്കാമോ? അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ? ഏതായാലും ഇന്നത്തെ ആ ഒരു ടീമിൻ്റെ ഒരു മൂഡ് നല്ലതായതുകൊണ്ട് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിൽ സൂപ്പർ ഫാമിലി പവർ ഉണ്ടായിരുന്നു, സൂപ്പർ നോമിനേഷൻ ഉണ്ടായിരുന്നു, സൂപ്പർ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഫാമിലി പവർ അഭിലാഷിന് കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസായതിനെ. കാരണം അവർ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. ബിന്നിക്കാണ് ഫാമിലി പവർ കൊടുത്തിരിക്കുന്നത്. ബിന്നി സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചു, വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ സൂപ്പർ നോമിനേഷനുണ്ട്, സൂപ്പർ ഇമ്മ്യൂണിറ്റി ഉണ്ട്. സൂപ്പർ നോമിനേഷനും സൂപ്പർ ഇമ്മ്യൂണിറ്റിയും കയ്യിൽ വെക്കാതെ, കയ്യിൽ വെച്ചുകൊണ്ട് ബാർഗൈൻ ചെയ്യാതെ ആരെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമോ? ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ നൂറ ആ ഒരു രീതി തന്നെയാണ് ചൂസ് ചെയ്തത്. ഫാമിലി പവർ കൊടുത്തു, നോമിനേഷനും ഇമ്മ്യൂണിറ്റിയും കയ്യിൽ വെച്ചു. അഭിലാഷിന് ചെറിയൊരു വേദന, മനുഷ്യനല്ലേന്നേ, ചെറിയൊരു വേദനയൊക്കെ എല്ലാ ആളുകളെയും പോലെ ഉണ്ട്. എന്നാലും അഭിലാഷ് ആ ഒരു ടീം സ്പിരിറ്റിലെടുത്ത്, ഗെയിം സ്പിരിറ്റിലെടുത്ത് നൂറയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം നൂറ കൊടുത്തൊരു വാഗ്ദാനമുണ്ട്, ഞാൻ ഒരിക്കലും അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യില്ല. ഏത് മൂഡാണെങ്കിലും, ഏത് ഓണം മൂഡാണെങ്കിലും ഗെയിം മൂഡുമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ജിഷിന്, പ്രവീണ്, ലക്ഷ്മി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വൈൽഡ് കാർഡുകളായിട്ട് വന്നതാണ്. അവർക്ക് നിലത്ത് നിൽക്കാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. വന്ന സമയത്ത് തന്നെ അവരെ ശത്രുക്കളായിട്ട് കാണാനായിട്ടുള്ള രീതിയിലുള്ള ഗെയിമുകളാണ് കണ്ടസ്റ്റൻസിന് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഗ്രൂപ്പായിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവർ ഓരോ ആളുകളെ കുറിച്ചിട്ടും ചില വീക്ഷണ കോണകങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ആദില, ശൈത്യ, ഷാനവാസ് എന്നിവരുടെ പരിപാടി, അനുവിൻ്റെ പരിപാടി, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള അനാലിസിസ് ഉണ്ട്. ഇപ്പോൾ ഷാനവാസ് ഒരു ഹിറ്റ്ലർ കളിക്കാനായിട്ടുള്ള പ്ലാനാണ്. ആദില പെങ്ങളൂട്ടി ഗെയിം ഇറക്കുന്നു, അനു പെങ്ങളൂട്ടി ഗെയിം ഇറക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പെങ്ങളൂട്ടി ഗെയിമിനുള്ള സ്കോപ്പ് ഈ തവണ ഞാൻ കാണുന്നില്ല. കാരണം
പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മര്യാദ ഇല്ലാതെ, ഒരു ബഹുമാനം ഇല്ലാതെ പരസ്പരം കണ്ടസ്റ്റൻസിനെ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ വർത്താനം പറയുന്ന ആളുകളുടെ ഇടയിൽ എങ്ങനെയാണ് പെങ്ങളൂട്ടി ഗെയിമൊക്കെ വരുന്നത്? ഒരലമ്പുണ്ടായി കഴിഞ്ഞാൽ ഷാനവാസിനൊന്നും ഒരു മര്യാദ ഇല്ലാത്ത ഭാഷ പുറത്തേക്ക് വരും. മസ്താനിയും ലക്ഷ്മിയും സാബു മാനും ഒക്കെ അഭിലാഷ് ക്യാപ്റ്റൻസിയിൽ ജയിക്കണം എന്നൊക്കെ പറയുകയാണ്. അഭിലാഷ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നടന്നതുപോലെയുള്ള പാത്രം കഴിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഗുണ്ടാ വിളയാട്ടമൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ നടത്തരുത് എന്ന് അഭിലാഷിനോട് പറയുന്നുണ്ട്. അഭിലാഷ് അതിന് അങ്ങനെയുള്ള വാഗ്ദാനമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം മറ്റൊരു ടാസ്ക്കാണ്, ഓണവുമായി ബന്ധപ്പെട്ട ടാസ്ക്കാണ്. പക്ഷേ അവിടെയൊക്കെ ഈ മറ്റേ പായസത്തിനകത്ത് ഇഞ്ചി ഇട്ടതുപോലെയുള്ള ചില അലമ്പുകളൊക്കെ ഉണ്ട്. ആ ഒരു അലമ്പുകൾ ബിഗ് ബോസ് ഗെയിം ആയതുകൊണ്ടാണ്. ശരിക്കും ഇന്ന് ഇത്ര വിഷമിച്ചിട്ട് ഈ ടാസ്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒരു രസമുള്ളൊരു പോസിറ്റീവ് സാധനം പ്രേക്ഷകർക്ക് കൊടുക്കായിരുന്നു. ഓണദിനമല്ലായിരുന്നോ? പുലികളിയും വേട്ടക്കാരനും മാവേലിയും ഇവരുടെ കോസ്റ്റ്യൂംസ് ഉണ്ട്. ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ്യൂംസ് പണിപ്പുരയിലുണ്ട്. ഓടിപ്പോയി അതെടുത്തുകൊണ്ട് വന്നിട്ട് ബസർ ടു ബസർ പരിപാടിയാണ്. ഇത് പ്രോപ്പറായിട്ട് ഈ സ്റ്റാൻഡുകളിൽ അണിയിച്ച് ഒരുക്കണം. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ആളുകളെ സെലക്ട് ചെയ്യുകയാണ് പണിപ്പുരയിൽ പോകാൻ വേണ്ടി. തെക്കേടത്ത് നിന്ന് ആര്യൻ, വടക്കേടത്ത് നിന്ന് നവീൻ, മൂത്തേടത്ത് നിന്ന് ആദില പണിപ്പുരയിലേക്ക് ഓടുകയാണ്. പലരും പല ഐറ്റം വാരി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ സാധനം ഇറക്കാനും സമയമില്ലല്ലോ. ഉള്ള ഒരു അലമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. തെക്കേടത്താണ് ആദ്യം ഫിനിഷ് ചെയ്തത് ജിസയിലൊക്കെ ഉള്ള ഒരു ടീം. ഇതിനുശേഷം ചെറിയൊരു പരദൂഷണം പരിപാടിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ ചില വീക്ഷണങ്ങളെന്നോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതി ബിന്നിയും റെനയൊക്കെ തമ്മിൽ നടത്തുന്നുണ്ട്. ആര്യൻ ജിസയിൽ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അത് ഇന്നൊരു സ്പെഷ്യൽ ഫ്രെയിമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ ബിഗ് ബോസ്. എന്തായിരുന്നു, ചോറ് വാരി കൊടുക്കുന്ന, സദ്യ വാരി കൊടുക്കുന്ന ഒരു സാധനമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത ഒരു ബന്ധം അവർക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ട്രാക്കാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രാക്കുകൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ്റ് അനുമോളാണ്. അപ്പോൾ അനുമോളുടെ ആര്യൻ കോംബോ ട്രാക്ക് ഈ ആഴ്ച എന്നാണെന്ന് പറഞ്ഞാലും ഒരു ഡിസ്കഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അല്ലാതെ ലാലേട്ടന് ശൈത്യോട് സംസാരിക്കാൻ വേറെ കാരണമൊന്നുമില്ലല്ലോ. ഇതിനുശേഷം ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ വിജയിച്ച മൈജി ടാസ്കിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ സമ്മാനങ്ങൾ 2 മണിക്കൂർ കൊണ്ട് എക്സ്പ്രസ് ഡെലിവറി വഴി മൈജി വീട്ടിലെത്തിച്ചു കൊടുത്ത ആ ഒരു വീഡിയോ ഒക്കെ കാണിക്കുകയായിരുന്നു. രസമുള്ള പരിപാടി. അങ്ങനെയുള്ള എന്തെങ്കിലും റെഡി മണി സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ രസമുണ്ടായിരുന്നു. എനിക്കൊന്നും സാബുമാനൊക്കെ ഈ ഹൗസിൽ വന്നിട്ട് ചിലപ്പോൾ ആ ഒരു ഫ്രിഡ്ജ് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളായിരിക്കും. കാരണം പുള്ളിക്കാരനൊന്നും മിണ്ടുന്നില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഇതാണ് പുള്ളിയുടെ പരിപാടി. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു. അതോ ഇനി പുള്ളിയുടെ ആ ഒരു ചിരി പുള്ളിക്ക് ജന്മന ഉള്ളതാണോ? എന്താണെന്ന് പറഞ്ഞാൽ ഗെയിമിലും ടാസ്കിലും ഒക്കെ ചിരിയില്ല. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതിന് തൊട്ട് മുന്നേ ചിരി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് സംസാരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് പുള്ളിയുടെ പരിപാടി. ഓരോരോ രീതികളല്ലേ, നമ്മളതിനെയൊക്കെ ആസ്വദിക്കുക. അഭംഗിയൊന്നുമില്ലല്ലോ. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, വഴക്കുണ്ടാക്കിയാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര നല്ല ക്വാളിറ്റിയാണ്. സാബുമാൻ്റെ ഫാമിലിയാണ് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത്. അഭിലാഷിൻ്റെ വൈഫിന് ഫോണ് ലഭിക്കുന്നുണ്ട്. നോറയുടെ ഗിഫ്റ്റ് ദിയാസനയാണ് റിസീവ് ചെയ്യുന്നത്. ഇതിനുശേഷം ഓണമധുരം ടാസ്ക്കാണ്. പായസം വയ്ക്കണം. മൂത്തേടത്ത്, വടക്കേടത്ത്, തെക്കേടത്ത് ടീമുകളൊക്കെ ഇങ്ങനെ പായസം വയ്ക്കുകയാണ്. അപ്പം ഈ നമ്മുടെ അനിമോളൊക്കെ ഉണ്ടാക്കിയ പായസം അവരെന്തോ കരിച്ച് കളഞ്ഞു, അടിക്ക് പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കരി ചൊവ്വയൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു പായസം വെപ്പിലും തെക്കേടത്ത് ടീം ജയിച്ചു. ഇതിനുശേഷം വൈൽഡ് കാർഡുകളുടെ പണിപ്പുര ടാസ്ക്കായിരുന്നു. 16 വലിയ പണികൾ, 6 മീഡിയം പണികൾ, 4 സ്മോൾ പണികൾ. ഇതെല്ലാം ബോംബുകളുടെ രൂപത്തിൽ അവർക്ക് കിട്ടി. വലിയ പണി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഈ സീസണിലെ കംപ്ലീറ്റ് നോമിനേഷൻ പവർ എടുത്തു കളയുകയാണ്. അവർ അനീഷിനെ സെലക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ കാരണം ന്യായമാണ്. അനീഷ് ഒരു ലോജിക്കും ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ നോമിനേഷനും അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും അനീഷിൻ്റെ ആ ഒരു പവർ അവർ ആ ഒരു പണി വഴി എടുത്ത് കളഞ്ഞു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ അതിശക്തനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞാനതിൽ അഭിമാനിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ജിഷിൻ പറയുന്നു, അതൊന്നുമല്ല കാരണം. ഇയാൾ ഒരു ലോജിക്കും ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ നോമിനേറ്റ് ചെയ്യും. ഇതിനുശേഷം അക്ബർ ഷെയ്ത്തിയായിട്ടൊരു ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സിൽ ഇത് ഞാൻ കണ്ടിരുന്നു. നെവിൻ്റെ ഒരു സമീപനം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അനിമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ്. ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ അനിമോൾ തിരഞ്ഞെടുത്തു, സപ്പോർട്ടാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നെവിൻ പതുക്കെ അനിമോളുടെ സൈഡിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നെവിൻ ഗെയിം മാറ്റി കളിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അനിമോൾക്കെതിരെ ഒന്നും പറയാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംശയം അവരത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അനു പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ കോൺഫിഡൻ്റായി കരച്ചിൽ നാടകങ്ങൾ നിർത്തിയെന്നും ഷൈത്യൊക്കെ പറയുന്നുണ്ട്. പ്രവീണൊക്കെ പറയുന്നത് പുറത്തെ സിറ്റുവേഷനിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ് ഇവിടെ എന്ന് അക്ബർ പറയുന്നു.
പിന്നെ ലക്ഷ്മിയെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് ലക്ഷ്മി സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളോടെ മിങ്കിൾ ആവത്തുള്ളൂ, കാരണം അവർക്കൊക്കെ പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കാം. ഒരു സൈഡിൽ പ്രവീണൊക്കെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അനീഷിനെ നമ്മൾ ഈ നോമിനേഷനിൽ നിന്നിട്ട് ഉള്ള ഒരു പവറിൽ നിന്ന് ഒഴിവാക്കിയല്ലോ, അപ്പോൾ എല്ലാ ആൾക്കാരും വിചാരിച്ചു അനീഷ് ഒരു വലിയ ഗെയിമറാണെന്ന്, അതുകൊണ്ട് എല്ലാ ആൾക്കാരും അനീഷിനെ ഒട്ടുന്നു എന്ന് അവർ പറയുന്നു. അപ്പാനി ഒരു സൈഡിൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാനിയും ആര്യനും കൂടെ. അപ്പാനി ആര്യനോട് പറയുകയാണ്, എൻ്റെ ചീട്ട് ഈ ആഴ്ച കയറും, എൻ്റെ ചീട്ട് ഈ ആഴ്ച കീറുമെന്നൊക്കെ അപ്പാനി പറയുന്നു. എനിക്ക് തോന്നുന്നു അപ്പാനിയുടെ വിശ്വാസം രക്ഷിക്കട്ടെ എന്നുള്ളത്. കാരണം അപ്പാനിയുടെ കീറാതിരിക്കാനായിട്ടുള്ളൊരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മസ്താനിയുള്ള ഏരിയയ്ക്കൊന്നും പോകണ്ട എന്നുള്ളത്. മസ്താനിയൊക്കെ അപ്പോൾ വേറെ ഗെയിം അപ്പുറത്തിരുന്നിട്ട് വലിയ പ്ലാനിങ്. അപ്പാനിയെ പ്രൊവോക്ക് ചെയ്ത് അപ്പാനിയെ കൊണ്ട് തല്ലിപ്പിക്കുക. അപ്പാനിയെ കൊണ്ട് ആരെ തല്ലിപ്പിക്കണം? മസ്താനിയെ തന്നെ തല്ലിപ്പിക്കുക. എന്നിട്ട് അപ്പാനിയെ പുറത്താക്കണം. കഴിഞ്ഞ തവണ അങ്ങനെ സിജോയ്ക്കിട്ട് അടി കിട്ടിയിട്ട് സിജോ അടക്കം പുറത്ത് പോയിട്ട് പുള്ളിയുടെ ഗെയിം തന്നെ പോയില്ലേ, സംസാരിക്കാൻ തന്നെ എത്ര കാലം എടുത്തു. അപ്പോൾ അമ്മാരെയൊക്കെ അടിയും വീക്കും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റുമോ? മസ്താനി എന്നെ വീരമൃത്യു പ്രാപിക്കാൻ വേണ്ടി പോവാണോ? ഒരു ഗെയിമിന് വേണ്ടി ചീപ്പ് കളി ഇറക്കി അടി വാങ്ങിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഒരാളെ കൊണ്ട് അടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് ഒരടി വാങ്ങുമ്പോൾ അതിന് ഈ പറയുന്ന റീച്ച് ഒന്നും കിട്ടത്തൊന്നുമില്ല, ആരുടെയും സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ മസ്താനിക്ക് എവിടെ നിന്ന് അടി കിട്ടിയാലും അത് മസ്താനി പ്രൊവോക്ക് ചെയ്ത് വാങ്ങിയതാണെന്ന് ആളുകൾ പറയത്തുള്ളൂ. പിന്നെ പെൺപിള്ളേരെ അടിക്കാൻ പോടാ എന്നൊക്കെ ഈ പ്ലാനിംഗ് ഒന്നും കേൾക്കാത്ത ആൾക്കാർ വല്ലതും ചോദിച്ചാൽ ഒരു ഗുണമാണ് എന്ന് വിചാരിച്ചാലും അത് മസ്താനിക്ക് വൻ നെഗറ്റീവേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ അത് സാബുമോനൊന്നും തീരെ യോജിക്കാൻ പറ്റണില്ല. ലക്ഷ്മിക്ക് പിന്നെ കുഴപ്പമില്ല, ലക്ഷ്മി ഗെയിമറാണല്ലോ. മസ്താനി അടി വാങ്ങുന്നതിന് ലക്ഷ്മി എന്തിനാണ് വേദനിക്കുന്നത്? മസ്താനി വാങ്ങിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ്. പാവം അപ്പാനിക്ക് കുടുംബവും കുട്ടിയൊക്കെ ഉള്ളതാണ്. അയാൾ ഇനിയിപ്പം സ്ത്രീകളെ അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസിലകത്തൊന്നും പോകുന്നത് ഞങ്ങൾക്ക് കാണാനൊന്നും വയ്യ. അതേപോലെ തന്നെ ഷാനവാസ്, ആ ചങ്ങായിയെ വിട്ടേക്കുക, അയാൾക്കൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചങ്ങായിയെ കൊണ്ടൊക്കെ തല്ലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ചീപ്പ് ഗെയിമാണിത്. കഴിഞ്ഞ ദിവസം ഷാനവാസ് അടിക്കാൻ വന്നു എന്ന് ആ മച്ചാന് 100 ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു മയത്തിലൊക്കെ കൊണ്ടുപോകൂ. ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ. ഇതിപ്പോൾ ആരോട് പറയാൻ? നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് ചിലപ്പോൾ ലാലേട്ടനൊക്കെ കേൾക്കാറുണ്ട്. നമ്മളിവിടെ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള എല്ലാ ചാനലുകളുടെയും കമൻറ്റ് ബോക്സൊക്കെ അവരെടുത്ത് നോക്കുമായിരിക്കും, അല്ലാതെ ഈ പരിപാടി മുന്നോട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഈ തല്ലിപ്പിച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ഗെയിം കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. കാരണം അതൊക്കെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യൽ തന്നെയാണ്. ഇപ്പോൾ തല്ല് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു തല്ലാനായിട്ട് പ്രേരണ നൽകിയ ആൾ നന്നാവുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള വയലൻസ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ കൃത്യമായിട്ട് വാൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏത് മൂഡ്? ഓണം മൂഡ്.